അടുത്ത കാലത്തായി ഇറാനെതിരായി ഇസ്രായേലിനെ യഹൂദന്മാരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടും ധാരാളം വീഡിയോസും മെസ്സേജസും ക്രിസ്ത്യാനികൾ എനിക്ക് അയക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. യഹൂദന്മാർ യേശുക്രിസ്തുവിനെ തല്ലിക്കൊന്ന് കുരിശിൽ തൂക്കിയ ഒരു ജനവിഭാഗമാണ്. 11 സ്ലീഹന്മാരെ അവർ കൊന്നിട്ടുണ്ട്, കുഴിച്ചുകൂടിയിട്ടുണ്ട്. വേദപുസ്തകത്തിലെ ആദ്യത്തെ കൊലപാതകം, കല്ലെറിഞ്ഞ് കൊല്ലുന്നതും ഒരു യഹൂദന്മാർ ക്രിസ്ത്യാനിക്കെതിരെ ചെയ്ത ഒരു ക്രൂരകൃത്യമാണ്. പൗലോസ് അപ്പോസ്തലനെ എറിഞ്ഞ് മരിച്ചെന്ന് ഞാൻ ഇട്ടിട്ട് പോയിട്ട് ആണ് അവന്മാർ പോയത്. മരിച്ചിട്ടില്ലാത്തതുകൊണ്ട് മാത്രം പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചെഴുന്നേറ്റു. അതുകൊണ്ടാണ് വേദപുസ്തകത്തിലെ 13 പുസ്തകങ്ങൾ നമുക്ക് കിട്ടിയത്. അങ്ങനെയുള്ള യഹൂദന്മാരെ കർത്താവ് യേശു മിശിഹ ശപിച്ചു, ജെറുസലേം കല്ലിന്മേൽ കല്ലില്ലാതെ നശിക്കപ്പെടട്ടെ എന്ന്. അതങ്ങനെ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിലുടനീളം യഹൂദന്മാർ AD 336 വരെ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചു. പിന്നീട് നമ്മൾ അങ്ങോട്ടായിരുന്നു ഉപദ്രവം. കുരിശുയുദ്ധകാലത്ത് 2 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. ഫെർഡിനാൻഡ് ഇസബെല്ല കൂടി 2 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. നെപ്പോളിയൻ്റെ കാലത്ത് 5 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. ഹിറ്റ്ലറുടെ കാലത്ത് 60 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. ഇവരെല്ലാം കത്തോലിക്കരായ ആൾക്കാരാണ്. ഫെർഡിനാൻഡ് തൊട്ട് കുരിശുയുദ്ധം നടത്തിയവർ തൊട്ട് ഹിറ്റ്ലർ വരെ എല്ലാവരും കത്തോലിക്കരാണ്. അങ്ങനെയുള്ള യഹൂദനെ എപ്പോഴൊക്കെ അവൻ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ അപ്പോഴെല്ലാം യഹൂദന്മാരെ രക്ഷിച്ചത് മുസ്ലിംസാണ്. ആ മുസ്ലിംസ് അവരെ സംരക്ഷിച്ചു കൊണ്ടുവന്ന് പാലസ്തീൻ നാട്ടിൽ അവരെ താമസിപ്പിച്ച് അവന് വീട് വെച്ചു കൊടുത്ത് അവന് ആഹാരം കൊടുത്ത് യഹൂദന്മാരെ സംരക്ഷിച്ചു. മുസ്ലിങ്ങൾ യഹൂദന്മാരെ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ യഹൂദനൊരു വംശം ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. യഹൂദന്മാർ അമേരിക്കയിൽ കുടിയേറാൻ ശ്രമിച്ചു. റോക്കഫെല്ലർ പറഞ്ഞ ഒരു കാരണവശാലും ഇവനെ കയറ്റരുത്, ഇവൻ അമേരിക്കയുടെ നാശത്തിന് വഴിവെക്കുമെന്ന് പറഞ്ഞു. കൊണ്ടുകൊണ്ടിരിക്കുന്ന യഹൂദന്മാർ 4 കപ്പലിൽ കയറി രക്ഷപ്പെടാൻ നോക്കി. അവരെ ബ്ലാക്ക് സീയിൽ വെച്ച് ബ്രിട്ടീഷുകാർ കപ്പൽ മുക്കി 4000-ഓളം യഹൂദന്മാരെ കൊന്നു. ഇതാണ് യഹൂദന്മാരോട് ക്രിസ്ത്യാനികൾ ചെയ്തിട്ടുള്ളത്. എന്നും അവരെ സംരക്ഷിച്ചിട്ടുള്ളത് മുസ്ലിംസാണ്. ഇപ്പോൾ നടക്കുന്നത് ഇറാൻ്റെ കുഴപ്പമോ മറ്റൊരു കുഴപ്പമോ അല്ല. ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് അയച്ചിരുന്നു. എങ്ങനെയാണ് 16ഓളം മുസ്ലിം രാജ്യങ്ങളെ അമേരിക്ക ഇസ്രായേലും കൂടി നശിപ്പിച്ചതെന്ന്. ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ ഇങ്ങനെ നിരവധിയാണ്. ഈ യുദ്ധങ്ങളിൽ സദാം ഹുസൈൻ ഇറാഖിനെ തകർത്തു, ലിബിയെ തകർത്തു, ടുണീഷ്യയെ തകർത്തു, യമനെ തകർത്തു, ഇങ്ങനെ വരികയാണ്. ഇറാനെ തകർത്ത ശേഷം അറേബ്യയിലെ ഷെയ്ഖ് ഡംസിനെയും സൗദി അറേബ്യയിലെ രാജകുടുംബത്തെ അവർ നശിപ്പിക്കും. അത് കഴിഞ്ഞ് അവർ നേരെ പാകിസ്ഥാൻ്റെ അപ്പുറത്തൂടെ അമേരിക്ക ഇസ്രായേൽ ആക്രമിക്കും, ഇപ്പുറത്തോടെ ഇന്ത്യ ആക്രമിച്ച് പാകിസ്ഥാൻ ഇല്ലാതാക്കും. ഇതാണ് തന്ത്രം. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മളാരും കക്ഷി ചേരരുത്. സാമ്രാജ്യം നടത്തുന്ന യുദ്ധങ്ങളാണ്. അതിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ കക്ഷി ചേരരുത്. ഇന്ന് കേരളത്തെ പട്ടിണിയിൽ നിന്ന് മാറ്റിയത് പാവം മുസ്ലിങ്ങൾ കാഫറുകളായി നമ്മളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടാണ്. കേരള ഗവൺമെൻറ് ബഡ്ജറ്റ് 1,80,000 കോടി ഉള്ളപ്പോൾ അതിലേതാണ്ട് 1 ലക്ഷം കോടി രൂപയോളം ഗൾഫ് മുസ്ലിം രാജ്യങ്ങളിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഒരു വിശ്വാസമില്ലാതെ ആണ് അവർ എത്തിയിട്ടുള്ളത്. ഞാൻ തുമ്പോൺ എന്നൊരു ഗ്രാമത്തിൽ ജനിച്ചുള്ളൊരു മനുഷ്യനാണ്. ആ ഗ്രാമം ദാരിദ്ര്യമുള്ളൊരു ഗ്രാമമായിരുന്നു. ഇന്ന് ആ ഗ്രാമം സമ്പൽ സമൃദ്ധമായി മാറിയെങ്കിൽ അത് മുസ്ലിം രാജ്യങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്ത് അവിടുത്തെ ക്രിസ്ത്യാനികൾ കൊണ്ടുവന്ന പൈസ കൊണ്ടാണ്. അതുകൊണ്ട് മുസ്ലിം വിരുദ്ധത വിട്ട് യഹൂദൻ്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് ഇവിടെ വന്ന് യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്തിട്ട് മുസ്ലിങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോസും മെസ്സേജസും കറക്റ്റല്ല, ചരിത്രപരമല്ല. അതിനെപ്പറ്റി പറയുന്ന ഒരു നബിദിന പ്രസംഗം നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. നിങ്ങളത് കേട്ടിട്ട് സത്യം മനസ്സിലാക്കുക. നമ്മളിതിനകത്ത് ഒരു പക്ഷവും ചേരരുത്. യുദ്ധം എപ്പോഴും അപകടകരമാണ്. ദൈവം കർത്താവ് യേശു മിശിഹ ശത്രുക്കളെ സ്നേഹിക്കണമെന്നും ഒരു കാരണവശാലും ഒരു കവൾ അടിച്ചാൽ മറ്റേ കവൾ കാണിച്ചു കൊടുക്കണമെന്ന് യേശുക്രിസ്തുവാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാണ് നമ്മൾ ഒരിക്കലും ഈ തെറ്റായ സമീപത്തിന് കൂട്ടുനിൽക്കരുത്. മുസ്ലിമിനെതിരെയോ ഇസ്രായേലിനെതിരെയോ അമേരിക്കക്കെതിരെയോ നമ്മൾ നിൽക്കേണ്ട. നമ്മൾ നിഷ്പക്ഷത പാലിച്ചാൽ മതി.